നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇനിയിപ്പോൾ ഹൂതി ആക്രമണം ഒരുപാടുണ്ടാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂതി മിസൈൽ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇനിയും പിന്നാലെ ഒരുപാട് ആക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട്. യുഎസിൽ നിന്ന് മടങ്ങി വരുന്ന ഹൂതി മിസൈൽ ആക്രമണം നടന്നെന്നാണ് റിപ്പോർട്ട്. യുഎസിൽ നിന്ന് മടങ്ങി വരും വഴി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹൂതികൾ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇസ്രായേൽ നഗരമായ ലുദ്ദിലെ ബെൻ ഗുരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂതി മിസൈൽ എത്തിയത്. UN പൊതുസഭയെ അഭിസംബോധന ചെയ്ത ശേഷം നെതന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ ആക്രമണം നടന്നതെന്നാണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ട് അനുസരിച്ച് തന്നെ അവിടെ ഒരുപാട് പേർക്ക് പരിക്കേറ്റതായും തന്നെ വാർത്തയിൽ പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള പല ഒഫീഷ്യൽസും അവിടെ വിരണ്ടുപോയിട്ടുണ്ടെന്ന് പോലും വാർത്തയിൽ പറയുന്നുണ്ട്. 2 ദിവസത്തിനിടെ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇത് രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് ഇവിടെ നടക്കുന്നത്. ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലബനാനിനും ഗസയിലും സയനിസ്റ്റുകളായ ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിനും തിരിച്ചടിയാകുമെന്നാണ് ഇപ്പോൾ മിസൈൽ ആക്രമണം നടത്തിയതെന്നുമാണ് ഹൂതി ചാനലായ അൽ മസീറ TV പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ തന്നെ സൈനിക വക്താവ് യഹ്യ സരിയ പറയുന്നത്. യഹ്യ സരിയയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെയാണ് എല്ലാവർക്കും ഭയമായി മാറുന്നതെന്ന് ഇസ്രായേലികൾ തന്നെ പറയുന്നു. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കും വരെ തന്നെ ഗസയ്ക്കും ലബനാനും വേണ്ടിയുള്ള അവരുടെ പിന്തുണയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ ചെറുത്തുനിൽപ്പും തുടരുമെന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഫലസ്തീൻ 2 മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം. നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നും പരിക്കേറ്റവരുടെ എണ്ണം പോലും ഇവർ പുറത്തുവിട്ടിട്ടില്ല എന്നതുമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആക്രമണ സമയത്ത് അപായ സൈറൻ മുഴങ്ങിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും വളരെയധികം ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായതെന്നും പറയുന്നു. ഇതിനിടെ വിമാനത്താവളത്തിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന യാത്രക്കാരുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എത്ര പേർക്ക് പരിക്കേറ്റെന്നോ അവിടെ എന്താണ് സംഭവിച്ചതെന്നോ ഇതുവരെ അവർ പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ഇതിന്റെ യഥാർത്ഥ മറ്റൊരു വശം. എന്തൊക്കെയോ പറയാൻ ഇവർ ബാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം. യമനിൽ നിന്നുള്ള ഭൂതല മിസൈൽ നിർവീര്യമാക്കിയതായി നേരത്തെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ട്. തെൽ അവീവ് ഉൾപ്പെടെ മധ്യ ഇസ്രായേലിൽ സൈറൻ മുഴങ്ങുകയും പിന്നാലെ മിസൈൽ ആക്രമണ ശ്രമം തകർക്കുകയും ചെയ്തതായാണ് IDF വാദം. കഴിഞ്ഞ ദിവസം യമനിൽ നിന്ന് തെൽ അവീവിനെ ലക്ഷ്യമിട്ട് ഹൂതി മിസൈലുകൾ എത്തിയതായി തന്നെ ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ നിരവധി വാർത്തകളും ഉണ്ടായിരുന്നു. അപായ സൈറൻ മുഴങ്ങുന്നുണ്ടായിരുന്നു. പ്രതിരോധ സംവിധാനം ആക്രമണ ശ്രമം തകർത്തതായും IDF അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് അയൺ ഡോമുകൾ തകർക്കും മുൻപ് തന്നെ ഹൂതി മിസൈൽ തെൽ അവീവിൽ പതിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മിസൈൽ ശബ്ദം കേട്ട് ഒളിച്ചിരിക്കുന്ന നാട്ടുകാരെ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ മുതലാണ് ഹൂതികൾ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചത്. ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ ഏരോ 3 ഉപയോഗിച്ചാണ് രാജ്യാതിർത്തിക്ക് പുറത്തുനിന്ന് ഇവ തകർത്തതെന്നാണ് IDF അവകാശപ്പെടുന്നത്. തകർന്ന മിസൈലുകളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് സൈറൺ മുഴക്കിയതെന്നും സൈന്യം വാദിച്ചെടുത്തു. നേരത്തെ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ നീക്കം നടത്തുന്നതായി തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. P-800 ഓണിക്സ് എന്ന് വിളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർ സോണിക് മിസൈലുകളായ യാക്കോണ്ട് ആണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. മാരക പ്രഹരശേഷിയുള്ള ഭൂതല കപ്പൽ വേദ മിസൈലുകളാണിത്. ഇറാൻ ഇടനിലക്കാരായ ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നതെയാണ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് പിന്നാലെ യമനിലെ ഹുദൈദ തുറമുഖത്തിന് നേരെയും ഇസ്രായേലിന്റെ വ്യാപക വ്യോമാക്രമണം നടന്നു. ഹൂതി നിയന്ത്രണത്തിലുള്ള ഹുദൈദ തുറമുഖത്തും റാസ് ഇസ്രയേലുമാണ് വ്യോമാക്രമണം നടന്നത്. 8 മരണവും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഹൂതികൾ സ്ഥിരീകരിച്ചു. തുറമുഖത്ത് ശേഖരിച്ച എണ്ണ ആക്രമണ ഭീഷണിയെ തുടർന്ന് നേരത്തെ മാറ്റിയിരുന്നതായി തന്നെ ഇവർ വ്യക്തമാക്കുന്നുണ്ട്.